ഒരു കഥ അരങ്ങത്തെത്തുന്നതിന് മുന്നേ എന്തൊക്കെ ചടങ്ങുകളാണ് കഥകളിയിലുള്ളത്? അതൊന്ന് വിശദീകരിക്കാമോ? കഥകളിയുടെ ആദ്യം ഇതെന്ന് പറഞ്ഞാൽ ഈ മദ്ദളം വലത്തെ കയ്യിൽ ഇടത്തെ കയ്യിൽ പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് അതിൻ്റെ വലന്തര കൊട്ടിയിട്ട് അത് കഴുത്തിലിട്ട് മദ്ദള കേളി ആണ് ആദ്യം. അത് കഴിഞ്ഞാൽ തുടർന്ന് പിന്നെ വന്ദന ശ്ലോകം, അത് കഴിഞ്ഞാൽ പുറപ്പാട്, ഇത് കഴിഞ്ഞ് ആണ് കഥയിലേക്ക് കിടക്കുന്നത്. ഇതിന് പന്നീശ്ശേരി നാണുള്ള എന്ന് പറഞ്ഞ വലിയ പണ്ഡിതനായിരുന്ന അദ്ദേഹം കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു 8 ശ്ലോകത്തിൽ കൂടി ഈ കഥകളിയെ ഒന്ന് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചെണ്ട, മദ്ദളം, ചേങ്ങല, അൽത്താളം, വിളക്ക് ഇത് പഞ്ചഭൂതാത്മകങ്ങളാണ്. അപ്പോൾ ഒരു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരം പോലെയാണ് ഈ കഥകളിയുടെ മൊത്തത്തിലുള്ള ഏർപ്പാടുന്നത്. അപ്പോൾ അങ്ങനെ സൃഷ്ടിക്കു മുമ്പ് ഗുണജാല വിശേഷമില്ല, സൃഷ്ടാവുമില്ല, പരയാം സ്വരമൊന്നിരുന്നു, ഓങ്കാരമാണതിവർ ഇവിടെ പൊരുൾ കാട്ടിയിടുന്നു, ചോറിട്ട മദ്ദള വലം തല തല്ലിയാദ്യം. അപ്പോൾ ആ മദ്ദളത്തിലടിക്കുന്ന ആ ശബ്ദം ഓങ്കാരം പോലെയാണ്. അപ്പോൾ പ്രപഞ്ചം വെറും ജലത്തിൽ പ്രളയത്തിൽ കിടന്ന സമയത്ത് ആദ്യം ഈ ഒരു ശബ്ദം ഉണ്ടായി. ആ ശബ്ദത്തിൽ നിന്ന് ആകാശം ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ ആയിട്ട് ഓരോന്നുണ്ടാവുന്നു. അപ്പോൾ ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ചെണ്ട, മദ്ദളം, ചേങ്ങല, അൽത്താളം, വിളക്ക് ഇതെല്ലാം നിരന്ന് സൃഷ്ടിക്ക് തയ്യാറാവുമ്പോൾ ഇതെല്ലാം മായയാണ് എന്നുള്ളത് കാണിക്കാനായിട്ട് യവനിക, മായായവനിക വന്ന് വരും. അപ്പോൾ തോടയെന്ന് പറയുന്നത് സ്ത്രീവേഷമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ മായാരൂപിണിയായിട്ടുള്ള ആ ദേവി നൃത്തം വയ്ക്കണം. അത് നമുക്ക് കാണില്ല, അതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കണം, മായയാണല്ലോ പറഞ്ഞു. അത് കഴിഞ്ഞ് ആ മറ നീക്കി വിരാൾ പുരുഷനും പത്നിയും കൂടിയിട്ട് പ്രത്യക്ഷപ്പെടണം. അതാണ് പുറപ്പാട്. ഈ പുറപ്പാടിൻ്റെ നിലപ്പതെന്ന് പറഞ്ഞു രാമപാലയാന്ന്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കവി വർണ്ണിക്കുകയാണ്. ഈ കഥാനായകനെ പറ്റി കവി വർണ്ണിക്കുമ്പോൾ അത് വർണ്ണിച്ചുകൊണ്ടുള്ളത് ആദ്യം പുറപ്പാടുണ്ട്. പിന്നെ ആ ദൈവാധീനം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ നായകനും നായികയും കൂടി ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള രാമപാലയ എന്നുള്ള ഇതാണ്. അതിന് നിലപ്പദം എന്നാണ് പറയാറ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കഥയിലേക്ക് കിടക്കുന്നത്. ഇടക്കാലം കൊണ്ട് ഉണ്ടായിത്തീർന്നതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എങ്ങനെയായാലും ഇതിനിടയ്ക്കാണ് പിന്നെ മേളപ്പദം എന്നുള്ളത്. അത് ഈ പാട്ടുകാർക്കും കൊട്ടുകാർക്കും അവരുടെ തനതായ വൈദഗ്ധ്യം പ്രകടിപ്പിക്കാനുള്ളതായ ഒരവസരം കൂടിയായിട്ട് മാറി. ഒരു അഷ്ടപതി വിദ്വാനായ ഒരു ആൾ കഥകളി പാട്ടുകാരനായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വേഷം ഒരുങ്ങാതെ വന്നപ്പോൾ ഒരു പ്രയോഗം പ്രയോഗിച്ചതാണെന്നൊക്കെ പറയണേക്കാം. അതിൽ എത്ര സത്യമുണ്ടെന്ന് അറിയില്ല. എങ്ങനെയായാലും അത് വെറും വാമൊഴി എന്നല്ലാണ്ട് അതിന് അടിസ്ഥാനമൊന്നുമില്ല. ഇന്നിപ്പോൾ അങ്ങനെയാണ് ഈ മേളപ്പദൻ. പക്ഷേ ഇപ്പോൾ വന്ന് ഈ സമയക്കുറവുകൊണ്ട് ഒന്നുമില്ല, വെറും പുറപ്പാടിൻ്റെ എണ്ണം മാത്രം കഴിച്ച് കഥയിലേക്ക് കിടക്കുക അങ്ങനെയുണ്ട്. പക്ഷെ ഇതാണ് അതിൻ്റെ ഓർഡർ.